അമേരിക്കയിൽ പോകാനുള്ള ഒരു റൈറ്റ് ടൈം ആണോ ഈ ഒരു സെപ്റ്റംബർ എന്ന് പറയുന്നത്? കൺവീനിയൻസ് ആണ് നമ്മുടെ US പാക്കേജിന്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ യുണീക്നെസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഹാരിസ്ബുർഗ് എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ആമിഷ് വില്ലേജും കൂടെ കാണിച്ചു കൊടുക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അമേരിക്ക കണ്ടുവരാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ക്ലയന്റിന് മനസ്സിലാവും ആ പാക്കേജിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഏറ്റവും സ്മൂത്ത് വേയിൽ അധികം നമ്മൾ ടയേഴ്സം വരാത്ത രീതിയിൽ തന്നെ നമുക്ക്. നിങ്ങൾ അമേരിക്ക കണ്ടിട്ടുണ്ടോ? ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലോ ഒന്നും കണ്ട കാര്യമല്ല. നേരിട്ട് അങ്ങനെ ഒരു കൺട്രി കാണാൻ വേണ്ടിട്ട് ഒരു ചാൻസ് കിട്ടാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു സ്വപ്നം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരും മിസ് ചെയ്യില്ല. അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ ഒരുക്കിയിരിക്കുകയാണ് GTH. ഈ വരുന്ന 2026 സെപ്റ്റംബർ 16 ഒരു അമേരിക്കൻ ട്രെയിൽസ് ഓഫ് അമേരിക്കൻ എന്ന പേരിൽ ഒരു അമേരിക്കൻ പാക്കേജ് 15 ഡേയ്സിലേക്ക് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡെസ്റ്റിനേഷൻ, അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് തവണ അവിടെ പോയിട്ടുള്ള വിപിൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് സാർ, വെൽക്കം. നമ്മൾ ഇതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരുപാട് അമേരിക്കൻ പാക്കേജസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ട്രാവൽ ഏജൻസിന്റെ. GTHന്റെ ഐറ്റിനറിന്റെ പ്രത്യേകത എന്താണ്? അമേരിക്കൻ യാത്ര ഒരുപാട് പേര് ചെയ്യുന്നത്. അമേരിക്കൻ യാത്ര ഇഷ്ടം പോലെ പ്രോഗ്രാമുകളുണ്ട്. പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേരിക്ക ഒരു ഫസ്റ്റ് ടൈം ട്രാവലറുടെ ഡെസ്റ്റിനേഷൻ അല്ല. യൂറോപ്പ് യാത്ര ചെയ്ത്, ഓസ്ട്രേലിയ യാത്ര ചെയ്ത്, പല രാജ്യങ്ങളും യാത്ര ചെയ്തതിനു ശേഷമായിരിക്കും അവർ അമേരിക്ക പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഐറ്റിനറി ക്യൂറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ബെസ്റ്റ് ഐറ്റിനറി ഡെലിവറി ചെയ്യണം. ബിക്കോസ് ദ പാസഞ്ചറിന് നല്ലൊരു ഇൻഫോർമേറ്റീവ്, അവരെല്ലാ സോഴ്സിൽ നിന്നും അതിന്റെ ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ റിലാക്സ് ചെയ്യുക, കൺവീനിയന്റ് ഒരു ട്രാവൽ മോഡ് അമേരിക്കയിൽ ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തത്. പിന്നെ അത് നമ്പർ ഓഫ് ദ സൈസ് ഓഫ് ദ ഗ്രൂപ്പ്, അത് നമ്മൾ ഒരു 27 to 30 ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഗ്രൂപ്പ് ആകുമ്പോൾ 15 ദിവസത്തേക്ക് വളരെയധികം ഡിസ്കംഫർട്ടാണ്. കൂടുതലും സീനിയർ സിറ്റിസൺ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. 60+ ഉള്ളവരൊക്കെയാണ് കൂടുതൽ യാത്ര ചെയ്യുന്നത്. അപ്പൊ കൺവീനിയൻസ് എന്നുള്ള ഒരൊറ്റ വാക്കിൽ ചോദിക്കുവാണെങ്കിൽ കൺവീനിയൻസ് ആണ് നമ്മുടെ US പാക്കേജിന്റെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ യുണീക്നെസ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രെയിൽസ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നതിന്റെ യുണീക്നെസ് എന്തൊക്കെയായിരിക്കും? നമുക്കിതില് ഈ US കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വെരി ബിഗ് കൺട്രി. ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും. അമേരിക്കയിലെ സിറ്റികളായിരിക്കും. ഇപ്പൊ ആരോട് ചോദിച്ചാലും, ഒരു പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാലും അമേരിക്കയിലെ സിറ്റികൾ അവർക്ക് വളരെയധികം അറിയുന്നതായിരിക്കും. അല്ലെ, വേറൊരു രാജ്യത്തെ സംബന്ധിച്ച് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും കമ്പൈൻ ചെയ്തിട്ടുള്ള പാക്കേജാണ് കോമൺ പാക്കേജ്. അതെന്താണ് അങ്ങനെ ആവാനുള്ള ഒരു സാധ്യത? ഇവിടെയാണ് കൂടുതലും സൈറ്റ് സീയിങ്സ് അല്ലെങ്കിൽ അട്രാക്ഷൻസ്, കാഴ്ചകളുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളായ ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ, നയാഗ്ര വാട്ടർഫോൾ, അല്ലെങ്കിൽ വാഷിംഗ്ടണിലെ ഒരുപാട് അട്രാക്ഷൻസ്, ലാസ് വിഗാസിലെ ഗാംബ്ലിംഗ് സെന്റേഴ്സ്, ലോസ് ആഞ്ചലസിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള IT ഹബ്ബ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കോസ്റ്റുകളിലാണ്. അപ്പോൾ ഇത് വെസ്റ്റ് കോസ്റ്റും ഈസ്റ്റ് കോസ്റ്റും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള 15ാമത്തെ ദിവസം ഇവിടെ തിരിച്ചെത്തുന്ന എമിറേറ്റ്സിൽ ഫ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മുടെ ട്രെയിൽസ് ഓഫ് US എന്ന് പറയുന്നത്. പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടത്, ഇതിൽ എല്ലാവരും ഇതിൽ ലാഗ് ചെയ്യുന്ന ഒരു സംഗതി, ഒരു 6 നൈറ്റ് വെസ്റ്റ് കോസ്റ്റിൽ കൊടുക്കുന്നു. വെസ്റ്റ് കോസ്റ്റ് സാൻ ഫ്രാൻസിസ്കോ, ലോസ് ആഞ്ചലസ്, ലാസ് വിഗാസ്, ഇതിൽ 6 നൈറ്റ് കൊടുക്കുന്നു. അത് നമ്മളും 6 നൈറ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് എല്ലാവരുടെയും 6 നൈറ്റ്സ് ആണ്. എന്നാൽ ഈസ്റ്റ് കോസ്റ്റിൽ വരുമ്പോൾ 6 നൈറ്റാണ് മിക്ക പ്രോഗ്രാമുകളിലുള്ളത്. നമ്മുടേത് 7 നൈറ്റ് ആണ്. ഞങ്ങൾ ഹാരിസ്ബുർഗ് എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നു. ആമിഷ് വില്ലേജും കൂടെ കാണിച്ചു കൊടുക്കുന്നു. ഇത് ആഡ് ചെയ്തില്ല എങ്കിൽ ഒരു കണ്ടിന്യൂസ് യാത്ര അവിടെ വരുന്നു എന്നുള്ളതാണ്. നയാഗ്രയിൽ നിന്നും വാഷിംഗ്ടണിലേക്ക് ഒരു ഫുൾ ഡേ സ്ട്രെച്ച് ഓഫ് ട്രാവൽ, ബസ്സിലിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ അമേരിക്കയിൽ പോകുന്ന ഒരു ഫീലിംഗ് വരുന്നു. അങ്ങനെ ഐറ്റിനറിയെ ഒന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ഡേയിൽ കൂടുതൽ സമയം നമ്മൾക്ക് വാഷിംഗ്ടണിൽ കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ചുകൂടെ കസ്റ്റമേഴ്സിന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റും. ഇത് വൺ ഓഫ് ദ ഒരു യുണീക് ഫീച്ചർ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു 15 ഡേയ്സ് പ്രോഗ്രാമിലേക്ക് അത് സ്ട്രക്ചർ ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും എനിക്കുള്ള ഒരു സംശയമാണ്, ഇത്രയും വലിയൊരു കൺട്രി ആണിത്, അപ്പം ഒരു 15 ഡേയ്സിലേക്ക് നമുക്ക് അമേരിക്ക മൊത്തത്തിൽ ഇത് കവർ ചെയ്ത് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. അപ്പം അവിടെ ഉള്ളവർക്ക് പോലും മേ ബി ഇതിപ്പം കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ടൂറിനായിട്ട് ഒരു 15 ഡേയ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്രയും കവർ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. എക്സാക്ട്ലി, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്കൊരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്കൊരു 15 ദിവസത്തിൽ കൂടുതൽ, ഒരു 20 ദിവസം വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് ഒരു ടൂറിംഗ് ആക്ടിവിറ്റിന് വേണ്ടി പോകാൻ പറ്റുള്ളൂ. നമ്മൾ വിൽ ഗെറ്റ് ടയർഡ്. രണ്ടാമത്തെ കാര്യം, ദ ബജറ്റ്. നമ്മൾക്ക് എടുക്കുന്ന എമൗണ്ട്, നമ്മൾ ഒരു ടൂറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, ഈ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം.
നമ്മളൊരു പാക്കേജ് വെറുതെ ചുമ്മാ നമ്മൾക്കൊരു പാക്കേജ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്നതിന് ഈ രണ്ട് ക്രൈറ്റീരിയ നമ്മളുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യാൻ. അപ്പൊ സഫീഷ്യന്റ് ആയിട്ടുള്ള നൈറ്റ് ഈസ്റ്റ് കോസ്റ്റിലും സഫീഷ്യന്റ് ആയിട്ടുള്ള നൈറ്റ് വെസ്റ്റ് കോസ്റ്റിലും കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ രണ്ട് നൈറ്റ് ആണ് ഓരോ സ്ഥലങ്ങളിലും കൊടുത്തിരിക്കുന്നത്. അത് കമ്പയർ ചെയ്യുമ്പോൾ ക്ലയന്റിന് മനസ്സിലാവും ആ പാക്കേജിൽ വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് ഇത് ഏറ്റവും സ്മൂത്ത് വേയിൽ അധികം നമ്മൾ ടയേഴ്സം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും, നോ ഡൗട്ട്. ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിനൊരു റൈറ്റ് ടൈം ഉണ്ടാവും. ചിലപ്പോൾ സമ്മറിലായിരിക്കും, സ്പ്രിംഗിലായിരിക്കും. അപ്പം അമേരിക്കയിൽ പോകാനുള്ള ഒരു റൈറ്റ് ടൈം ആണോ ഈ ഒരു സെപ്റ്റംബർ എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ മാസം വരെയാണ് ഇതിന്റെ സീസൺ പറയുന്നത്. പക്ഷെ ഇപ്പൊ വിന്റർ കുറച്ചധിക സമയം വിന്റർ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. മെയ് വരെയൊക്കെ വിന്റർ വരുന്നുണ്ട്. ഇപ്പൊ അത് ഡിസംബറിൽ വരേണ്ട വിന്റർ ചിലപ്പോൾ ജനുവരിയിലൊക്കെയാണ് ഇപ്പം യൂറോപ്യൻ കോണ്ടിനെന്റിലും യുഎസിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തണുപ്പുണ്ടാവും. സെപ്റ്റംബർ എന്ന് പറയുന്നത് ഐഡിയൽ ടൈമാണ്. അത് ഡേ ടൈം ഡ്യൂറേഷൻ കൂടുതലാണ്. നമുക്ക് നല്ലൊരു വെതറിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും സീനിയർ സിറ്റിസൺസ് ഒക്കെയാണ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു വെതർ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു 15 ഡേയ്സിലേക്ക് അല്ലെങ്കിൽ ഒരു 14-15 ദിവസം മൂവ് ചെയ്തുകൊണ്ട് സ്ഥലങ്ങൾ പ്രോപ്പർലി കാണാൻ പറ്റുള്ളൂ. എക്സാക്ട് ടൈം ടു ട്രാവൽ എന്ന് പറയുന്നത് യുഎസ് സെപ്റ്റംബർ മാസമാണ്. ജൂൺ ജൂലൈ ഒക്കെ ബിറ്റ് ഓഫ് ആണ്. ഇപ്പൊ ഏപ്രിൽ മെയ് ഓക്കെ, ഏപ്രിൽ മെയ് പകുതി വരെയൊക്കെ വിന്റർ എൻഡിങ്ങിൽ വരില്ല. ചില റീജിയൻസിൽ വിന്റർ ഉണ്ടാവും. നയാഗ്രയിലൊക്കെ വിന്റർ ഉണ്ടാവും. ആ നയാഗ്ര വാട്ടർഫോൾസിലെ ആക്ടിവിറ്റീസ് എല്ലാം അതിന്റെ ഏറ്റവും ഭംഗിയോടുകൂടി കാണണമെങ്കിൽ നമ്മൾക്ക് ഈ ഒരു സമയത്ത് യാത്ര ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം പറഞ്ഞു 60+ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ട്രാവൽ ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും റിസ്ക് എലമെന്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും 60+ലുള്ളവരാണ് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാർ. അവർ ഫ്രീ ആണ്. അവർ 60+ എന്ന് പറഞ്ഞാൽ ഒരു 20-30s മൈൻഡ് സെറ്റോട് കൂടിയാണ് ശരിക്കും പറഞ്ഞ ട്രാവലിന്. നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളും സീനിയർ സിറ്റിസൺസ് ഒരുപാട് വരുന്നതാണ് നമ്മുടെ എല്ലാ ഗ്രൂപ്പും. അവർ റിയലി എൻജോയ് ചെയ്യുന്നു. പക്ഷെ അവർക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കറക്റ്റ് ടൈമിൽ നമ്മളത് ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. എക്സാക്ട് ടൈമിൽ നല്ല ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുക, നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് യാത്രകൾ അറേഞ്ച് ചെയ്യാം. ഒരു ഹറി ബെറി ആയിട്ട് വെറും ഒരു ഓട്ടപ്രദക്ഷിണ ടൂർ പോലെ വെക്കാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഈ ന്യൂയോർക്ക് സൈഡിൽ നമ്മൾ ഒരു നൈറ്റും കൂടി ഇടേണ്ട ആവശ്യം നമ്മൾക്കില്ല. പക്ഷെ ആ ഒരു നൈറ്റും കൂടെ നമ്മൾ കൊടുത്തത് ഈ യാത്രയെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് കൂടുതലും ഈ പറഞ്ഞതുപോലെ സീനിയർ സിറ്റിസൺ യാത്രികർക്ക് അവർക്ക് കംഫർട്ടബിൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. ഈസ്റ്റ് കോസ്റ്റും വെസ്റ്റ് കോസ്റ്റും കവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈസ്റ്റ് കോസ്റ്റിൽ നമ്മളെ കൂടുതൽ എന്തൊക്കെയാണ് നമ്മുടെ അട്രാക്ഷൻസ് ആയിട്ട് പറയാനുണ്ടാവുക? ഈസ്റ്റ് കോസ്റ്റ് അത് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ബോത്ത് സൈഡ്സ് ഉണ്ട്. ഈസ്റ്റ് കോസ്റ്റിലാണ് ന്യൂയോർക്ക് വരുന്നത് അല്ലെ. നമ്മൾ അമേരിക്ക യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അമ്പരചുംബികളുടെ നഗരം എന്നാണ് ന്യൂയോർക്ക് അറിയപ്പെടുന്നത്. ആ ന്യൂയോർക്കിന്റെ നൈറ്റ് ടൈം വൈബ്, ടൈം സ്ക്വയറിലുള്ള വൈബ്, അതിനൊരു മെയിൻ അട്രാക്ഷൻസ് ആണ്. നയാഗ്ര വാട്ടർഫോൾസ് പണ്ട് മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച്. അപ്പൊ അത് നേരിട്ട് കാണുക, അവിടെ നമ്മൾ ആ ബോട്ടിൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഇല്യൂമിനേഷൻ ടൂർ, ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നയാഗ്രയിൽ തന്നെയുണ്ട്. പിന്നെ വാഷിംഗ്ടൺ എന്ന് പറയുന്നത് അവരുടെ പ്രതാപം വിളിച്ചോതുന്ന, അമേരിക്കയുടെ പ്രതാപം വിളിച്ചോതുന്ന അവരുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. വൈറ്റ് ഹൗസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നതും ഒരുപാട് അവരുടെ പഴയ പ്രസിഡന്റുമാരുടെ മെമ്മോറിയൽസ്, ലിങ്കൺ മെമ്മോറിയൽ പോലെ ഒരുപാട് സംഗതികൾ വരുന്ന സ്ഥലമാണ് വാഷിംഗ്ടൺ. അപ്പൊ ഈസ്റ്റ് കോസ്റ്റ് ആ ഒരു ലൈനിൽ ഭയങ്കരമായിട്ട് അതിനൊരു പ്രാധാന്യം ഒരു സൈഡിൽ വരും. അതെ, ഹിസ്റ്റോറിക്കലിയും അതുപോലെ തന്നെ ഹാപ്പനിങ് കൂടുതൽ ഈസ്റ്റ് കോസ്റ്റിൽ വരും. വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു വൈബാണ്. ഇപ്പൊ ലാസ് വെഗാസില് ഗാംബ്ലിംഗ് അല്ലെ, ആ ചൂതാട്ടത്തിന്റെ അതിന്റെ ഭംഗി അത് കാണണം. എല്ലാ ഹോട്ടൽസിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഈ ഗാംബ്ലിംഗിന്റെ ഇത് വെച്ചിട്ട് കാണാം. പിന്നെ ഗ്രാൻഡ് കെനിയൻ പോലെ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗ്രാൻഡ് കെനിയൻ അത് വരുന്നത് ലാസ് വെഗാസിലാണ്. ലോസ് ഏഞ്ചലസ് എന്ന് പറയുന്നത് പഴയൊരു ഹോളിവുഡ് നഗരമാണ്. മ്യൂസിക്കും ഫിലിംസും നമുക്കറിയാം. ലോകത്തിൽ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പൊ പ്രിയങ്ക ചോപ്രയൊക്കെ അവിടെ സെറ്റിൽ ചെയ്ത്, അതുപോലെ ലോകത്ത് അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്തിരിക്കുന്നത് ബെവർലി ഹിൽസിലാണ്. ബെവർലി ഹിൽസ് വരുന്നത് ഈ ലോസ് ഏഞ്ചലസിലാണ്. അപ്പൊ ലോസ് ഏഞ്ചലസ് ആ രീതിയിൽ, അത് മാത്രമല്ല യൂണിവേഴ്സൽ സ്റ്റുഡിയോ അത് വരുന്നത് ഹോളിവുഡിന്റെ ക്യാപിറ്റലാണ് ലോസ് ഏഞ്ചലസ്. ഇനി സാൻ ഫ്രാൻസിസ്കോയിൽ വന്നാൽ അതൊരു IT സിലിക്കൺ വാലിയാണ്. നമ്മൾ ഇന്ത്യയെ ബാംഗ്ലൂരിനെ സിലിക്കൺ വാലി എന്ന് വിളിക്കുന്നു അല്ലെ, IT ഒരു ഹബ് ആയതുകൊണ്ട് തന്നെ. അതുപോലെയാണ് സാൻ ഫ്രാൻസിസ്കോ ഒരു മോഡേൺ സിറ്റി. അത് കാണേണ്ടതാണ്. അവിടെ ഇപ്പം വ്യാമോ പോലെ ഈ പറഞ്ഞതുപോലെ ഓട്ടോമാറ്റിക് ഡ്രൈവർലെസ് കാറുകൾ, വളരെ ടെക്നോളജിക്കലി ഗൂഗിൾ പോലെയുള്ള ടെക് ഭീമന്മാരുടെ ഹെഡ് ക്വാർട്ടറാണ് സാൻ ഫ്രാൻസിസ്കോ. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആ ടൂറിന്റെ ഭംഗി വരുന്നത്. ഇപ്പൊ ഒരു ഈസ്റ്റ് കോസ്റ്റ് മാത്രം പോയാൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് മാത്രം കവർ ചെയ്താൽ ചിലപ്പോൾ പൈസ നമ്മൾക്ക് കുറച്ച് കുറയും. പക്ഷെ വെസ്റ്റ് കോസ്റ്റ് കാണാൻ നമ്മൾ വീണ്ടും ഇവിടുന്ന് 10-16 മണിക്കൂർ യാത്ര ചെയ്ത് ട്രാവൽ ചെയ്യണം. അപ്പൊ ഈ രണ്ട് പാക്കേജ് സെപ്പറേറ്റ് എടുക്കുമ്പോൾ വരുന്ന പൈസയും ഇത് ഒരുമിച്ച് എടുക്കുമ്പോൾ വരുന്ന പൈസയും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഒരു യാത്രയിൽ ഒരു കൺവീനിയന്റ് ഐറ്റിനറി റൂട്ട് ചെയ്തുകൊണ്ട് രണ്ട് കോസ്റ്റും കൂടെ കമ്പൈൻ ചെയ്ത് കാണുന്നതാണ്
ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ അമേരിക്കയിലെ വിസ പ്രൊസീഡിങ്സ് പറയുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ടഫാണ്, ഭയങ്കര ടൈം ടേക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നവരുടെ അടുത്ത് ഒരു ടിപ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോകത്തില് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന വിസയാണ് അമേരിക്കൻ വിസ. അതിന്റെ ഒരു റീസൺ എന്താന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം. ഇത് ഫേസ് ടു ഫേസ് ആണ്. ആ എംബസിയിലെ ഉദ്യോഗസ്ഥരുമായി ഫേസ് ടു ഫേസ് ഉള്ള ഒരു ഡിസ്കഷനിലാണ് വിസ കൊടുക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് 100% വിസ കിട്ടും. ബട്ട് നിങ്ങൾക്കൊരു ട്രാവൽ ഹിസ്റ്ററി ഒട്ടും തന്നെ ഇല്ല. ഇപ്പൊ യൂറോപ്പ്, ഓസ്ട്രേലിയ, ലണ്ടൻ, UK ഇതൊക്കെ ട്രാവൽ ചെയ്താണെങ്കിൽ ഇത് കിട്ടാൻ വളരെ ഈസിയാണ്. ട്രാവൽ ഹിസ്റ്ററി വലിയൊരു ഘടകമാണിത്. അത് കൂടാതെ നമ്മുടെ ടൂറിൽ ആത്മാർത്ഥമായി ഒരു യാത്ര ചെയ്ത് അമേരിക്ക കാണണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമ്മൾക്ക് അത് വിസ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അതിൽ നോ ഡൗട്ടാണ്. നമ്മളിപ്പോൾ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ബേസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക്കലി നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിഫോർ ദ വിസ അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. അപ്പൊ അതൊരു തെറ്റായ ധാരണയാണ്. അമേരിക്കൻ വിസ ഒരു ബാലികേറമല്ല. അത് ആരൊക്കെയോ അങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് പോയതാണ്. ഒരു travel history is mandatory because there is only one question this embassy person is asking. Why you want to go US? നിങ്ങൾ യൂറോപ്പ് യാത്ര ചെയ്തു, നിങ്ങൾ ലണ്ടൻ യാത്ര ചെയ്തു, സിംഗപ്പൂർ, മലേഷ്യയും ദുബായും തായ്ലൻഡും എല്ലാം കഴിഞ്ഞെങ്കിൽ I want to visit America. I want to see the sightseeings of America, the places of America എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവർ വിസ ചെയ്യും. അവരുടെ രാജ്യത്ത് നമ്മൾ പോവാണ്, നമ്മൾ പൈസ അവിടെ സ്പെൻഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി അവർ വാം വെൽക്കം ചെയ്യും. എന്നാൽ യാത്രകൾ ഒന്നും ചെയ്യാതെ നമ്മൾക്ക് ഒരു അമേരിക്കൻ വിസ വേണം എന്നുള്ള വേറെ എന്തെങ്കിലും ഒരു പർപ്പസ് കൊണ്ട് നമ്മൾ ഈ ഒരു ടൂറിന്റെ ലൈനിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അല്ലാത്ത കേസിലെല്ലാം വിസ കിട്ടും. അമേരിക്കയിൽ ഇപ്പം ഒരുപാട് വട്ടം പോയിട്ടുണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പം ഇനി പോവാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാറ് വിചാരിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഏതായിരിക്കും? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരാളുടെയും ഓരോ ചോയ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റിലും വെസ്റ്റിലും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു നൈറ്റ് വൈബ് ആസ്വദിക്കണം, ഒരു സിറ്റിന്റെ ഭംഗി, അതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടൈം സ്ക്വയർ എൻജോയ് ചെയ്യും. അല്ല, ഒരു നാച്ചുറൽ വണ്ടർ ലൈക്ക് അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യണം, ഒരു വാട്ടർഫോൾസ്, അത് നയാഗ്രയോ ചിലപ്പോൾ ലാസ് വെഗാസിലെ ഗ്രാൻഡ് കെനിയനോ ആയിരിക്കും. എന്നാൽ ഹിസ്റ്റോറിക്കലി പഴയ മ്യൂസിക്, ഫിലിംസ്, റൈഡ്സ് ഒക്കെ ആണെങ്കിൽ ലോസ് ഏഞ്ചലസ് ആവാം. അമേരിക്കയുടെ തനതായ ഒരു സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പൈതൃകം, ഇതൊക്കെയാണെങ്കിൽ വാഷിംഗ്ടണിലെ ഈ മെമ്മോറിയൽസ് ആവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ ആണ്. അപ്പൊ എല്ലാ എലമെന്റും ഇതിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ ഏത് ആംഗിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫീച്ചർ ആണോ ഇഷ്ടം എന്നുള്ളതിന് ഇതിൽ പ്രസക്തിയില്ല. അത് ഇതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല തരത്തിലുള്ള പല സ്റ്റൈലുകൾ പ്രദാനം ചെയ്യുന്ന സിറ്റികളുടെ ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അവർക്കത് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും. സാറിന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ന്യൂയോർക്ക് ടൈം സ്ക്വയർ, അതിന്റെ ഒരു വ്യൂ, അത് നമുക്ക് വലിയൊരു എന്താ പറയാ, അങ്ങനെ ഒരു കാഴ്ചയുടെ ഒരു കൂമ്പാരം തന്നെ സമ്മാനിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾക്ക് ആ നൈറ്റിൽ കിട്ടുന്ന വ്യൂ ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ട് എല്ലാം തന്നെ പറയാം. ഇപ്പൊ നയാഗ്ര വാട്ടർഫോൾ ആയാലും അവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, അതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടല്ലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കേട്ട് വളർന്ന നയാഗ്ര. ആ നയാഗ്രയുടെ അടുത്തെത്തി നമ്മൾ അതിലെ ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അത് ചെറിയ ഡ്രിസ്ലിങ്സ്, അതിലെ വാട്ടർ ഇങ്ങനെ ഇതിന് കിട്ടുന്ന ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ്. ഓഫ് കോഴ്സ് ലാസ് വെഗാസ് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും ഈ ഗാംബ്ലിംഗിന്റെ ഒരു സെന്റർ. ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ യാത്രയിൽ ഓരോ സിറ്റിയും ഓരോ അട്രാക്ഷൻസും ഒന്നിനൊന്ന് മെച്ചാണെന്ന് പറയാം. നിങ്ങൾക്ക് ഡിഫറെന്റ് അനുഭൂതി സമ്മാനിക്കുന്നു എന്ന് തന്നെ പറയാം. കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഇൻട്രസ്റ്റ് തോന്നുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അമേരിക്ക കണ്ടുവരാൻ വേണ്ടി പറ്റുമോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഏവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ, എന്നാൽ നമ്മൾക്ക് സർവീസ് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് 4-star ഹോട്ടലിന് അത് തന്നെ കൊടുക്കണം. കോമ്പിനേഷൻ ഓഫ് ദ വെസ്റ്റേൺ ഇന്ത്യൻ ഫുഡിന്റെ കോമ്പിനേഷൻസ് കൊടുക്കണം, ഇന്റേണൽ ഫ്ലൈറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ. എന്നാൽ എല്ലാം കൊണ്ട് തന്നെ ബെസ്റ്റ് ആൻഡ് ദ കോമ്പറ്റീറ്റീവ് പ്രൈസ് ഫോർ എ US പാക്കേജ് ഇൻ ദ ബെസ്റ്റ് സീസൺ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് GTH ഈ ഒരു പ്രൊഡക്റ്റിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. നോ ഡൗട്ട്. നമ്മുടെ ഐറ്റിനറിയിലുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്ന് വെച്ചാൽ സാൻ ഫ്രാൻസിസ്കോയിൽ അറൈവലും ന്യൂയോർക്കിലാണ് ഡിപ്പാർച്ചർ കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ കൊടുക്കാൻ എന്തായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ന്യൂയോർക്കിന്റെ മെമ്മറീസ് ടേക്ക് ബാക്ക് ചെയ്യാം. ന്യൂയോർക്കിലെ ടൈം സ്ക്വയർ ഞാൻ പറഞ്ഞല്ലോ, ആ വൈബോട്. അത് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എമിറേറ്റ്സ് ഫ്ലൈറ്റ് ന്യൂയോർക്ക് എന്നുള്ള ഡിപ്പാർച്ചർ ലാസ്റ്റ് ഡേയില്
10 o'clock. അപ്പൊ നമുക്ക് ആ ഡേയും കൂടെ ഫുള്ളായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഫ്ലൈയിങ് അവേഴ്സ് ആയാലും ന്യൂയോർക്ക് ടു ദുബായ് ടൈം കമ്പാരിറ്റീവ്ലി കുറവാണ്. പോകുമ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലേക്കുള്ള യാത്രയുടെ ടൈം കൂടുതലാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ ഈസ്റ്റേൺ സൈഡ്, ഈസ്റ്റ് കോസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ, അവർക്ക് ആ മൈൻഡിലേക്ക് ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിന്റെ ഇത് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അപ്പൊ ടൈമും കാര്യങ്ങളും ഒക്കെ നോക്കി കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ആ ഈസ്റ്റ് സൈഡ് സെക്കൻഡ് പാർട്ട് ഇതിൽ കൂടുതൽ നമ്മൾ എന്താണ് ഏത് ട്രിപ്പിലും നമ്മൾ രണ്ട് കോസ്റ്റും ഈ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ കാഴ്ചകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഈസ്റ്റ് കോസ്റ്റ് തന്നെയാണ് കൂടുതലും ഈ പറഞ്ഞതുപോലെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. അത് ബിക്കോസ് നയാഗ്രയും ഈ ഒരു പോർഷൻസ് ഒക്കെ ഉള്ളത് കാരണമാണ്, അത് ടൈം സ്ക്വയർ ഒക്കെ ഉള്ളത് കാരണമാണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ഒക്കെ ഉള്ളത് കാരണം. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു റീസൺ കൊണ്ടാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്തത്. നമ്മൾ അവിടുന്ന് തിരിച്ച് ഈ നൈറ്റിലുള്ള ഡിപ്പാർച്ചർ തന്നെ എടുത്തത് ന്യൂയോർക്ക് എന്ന നഗരം മാക്സിമം കാഴ്ചകൾ മാക്സിമം സമയം അലോട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐറ്റിനറിയിലുള്ള വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ബാക്കി ഐറ്റിനറി വെച്ച് നോക്കുമ്പോൾ എല്ലാവരും നയഗ്ര ഫോൾസിലേക്ക് 1 day ഒക്കെയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ അവിടെ 2 day ആണ് കൊടുത്തിട്ടുള്ളത്. അത് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണോ? അവിടെ ഇതിന് മാത്രം എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് നയാഗ്ര 2 night കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്, 1 night കൊടുക്കുന്ന പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമ്മുടെ ഓരോരോ ഐറ്റിനറി ഓരോരോ ആൾക്കാർ അവരെ ഇതിനനുസരിച്ച് സ്ട്രക്ചർ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ 2 night വേണം. 2 night നയാഗ്ര കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് സിംപ്ലി സേ ആ ക്ലയന്റിനെ നമ്മൾ എന്താ പറയാ, അവർക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ബിക്കോസ് നയാഗ്രയിൽ നമ്മൾ ഫ്ലൈ ചെയ്തുകൊണ്ട് ബൊഫല്ലോ എയർപോർട്ടിൽ എത്തുവാണ്. ലാസ് വേഗാസിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ബൊഫല്ലോയിൽ എത്തുവാണ്. അവിടെ എത്തി ഏകദേശം അന്നൊന്ന് കംഫർട്ടബിൾ ആയി. ഈ താമസമൊക്കെ ഈ വാട്ടർഫോളിന്റെ വളരെ നിയർ ആയിട്ട് തന്നെയാണ് നമ്മുടെ താമസമൊക്കെ ഉണ്ടാവുക. അപ്പൊ അന്നൊന്ന് കംഫർട്ടബിൾ ആയി, നൈറ്റ് ഒക്കെ നയാഗ്ര കണ്ട് ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ ഫുൾ അവിടെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റും അതുപോലുള്ള ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ആ സമയം വേണം. നമ്മൾ അതുകൊണ്ട് ഇത്രയും പ്രസിദ്ധമായ അല്ലെങ്കിൽ നമ്മൾ ഒരു US യാത്രയിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രോപ്പർ നൈറ്റ് കൊടുക്കണം എന്നുള്ളത് നമ്മുടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിൽ 2 night ഇട്ടുകൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇതിൽ ജേർണി ഹാരിസ്ബുർഗിൽ കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് പിറ്റേ ദിവസം മോർണിംഗിൽ തന്നെ ഇറങ്ങി പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈസ്റ്റേൺ പാർട്ട് നമ്മൾ എല്ലാവരും കൊടുക്കുന്നതിൽ നിന്നും 1 night കൂട്ടിയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി 1 night കൂട്ടിയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അത് കംഫർട്ടബിൾ ആക്കുക, നയാഗ്രയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60+ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കൂടുതൽ കൊണ്ടുപോകുന്നുള്ളത്. അപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ടൂർ മാനേജറിന്റെ റോള് എത്രത്തോളം ഉണ്ട്? തീർച്ചയായും ടൂർ മാനേജർ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹീസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത്. ബിക്കോസ് എൽഡർലി പീപ്പിൾ ആവുമ്പോൾ ദേ നീഡ് മോർ കെയറിങ്. അവരെന്തുകൊണ്ടാണ് ഒരു ടൂർ പാക്കേജ് സെലക്ട് ചെയ്ത് വരുന്നത്? സ്വന്തമായി പോകാതെ അവരുടെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കണം, അവർക്ക് ഹെൽത്തി ആയിട്ട് തന്നെ തിരിച്ചു വരണം, അവരോരോ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാള് അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ്. അത് നമ്മൾ GTHന്റെ ഏത് യാത്രയായാലും നമ്മൾ 100% അഷ്യൂർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ US ട്രാവലിന് നവംബർ മാസം ഞാൻ യാത്ര ചെയ്തു. ഇതിനു മുമ്പേ ഇപ്പോൾ ലാസ്റ്റ് യാത്ര ചെയ്തത് അവിടെയുള്ള ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത്രയും അഷ്യൂറിറ്റി വരുത്തിയിട്ടേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലോങ് പ്രോഗ്രാമിന് ഇറങ്ങി പുറപ്പെടാൻ പാടുള്ളൂ. അത്രയും ക്വാളിറ്റി അഷ്യൂറൻസ് നമ്മൾ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. US പോലുള്ള ലോങ് ടൂറിൽ ഈ പറയുന്ന ഞാൻ തന്നെയാണ് ഗ്രൂപ്പിന്റെ കൂടെ ട്രാവൽ ചെയ്യുന്നത്. അതെ, അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ ന്യൂസിലൻഡ് അങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻസിൽ. അപ്പൊ അതൊക്കെ ബെസ്റ്റ് രീതിയിൽ തന്നെ നമ്മൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ബിക്കോസ് ടൂർ എന്ന് പറയുന്നത് ഒരു ഡ്രീമിനെ റിയാലിറ്റിയിലേക്ക് വരുത്തുന്ന ഒരു സംഗതിയാണ് അല്ലെ. മനസ്സിൽ സ്വപ്നം കണ്ട് നടന്ന നയാഗ്ര വാട്ടർഫോളും ടൈം സ്ക്വയറും ലാസ് വിഗാസും ലോസ് ഏഞ്ചലസും ഈ സാധനങ്ങളൊക്കെ റിയാലിറ്റിയിൽ കൊണ്ടുവരുവാണ്. അവിടെ എക്സിക്യൂഷൻ നടക്കണം നല്ല രീതിയിൽ. അതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ടൂർ മാനേജർ ഗ്രൂപ്പിനെ അക്കമ്പനി ചെയ്തേ പറ്റൂ, നോ ഡൗട്ട്. അതെ അതെ അതെ. സെപ്റ്റംബർ 16 ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും. ഓക്കെ. അതുപോലെ പണ്ട് വെച്ച് നോക്കുമ്പം ഇപ്പം ട്രാവലേഴ്സിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം സാർ ഒരു പിന്നെ ഈ ഒരു ചേഞ്ചിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ആണ് അത്. നമ്മൾക്ക് പറയുകയാണെങ്കിൽ 2020 പോസ്റ്റ് കോവിഡ് പ്രീ കോവിഡ് 2 ഇറയായിട്ട് നമ്മൾക്ക് എടുക്കാം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 60+ അല്ലെങ്കിൽ ഒരു 50+ യാത്രയുടെ കൗണ്ട് വളരെയധികം കൂടി. അവർക്ക് സമയമുണ്ട് എന്ന് മാത്രമല്ല, ലൈഫിൽ നമ്മൾ ഒരുപാട് പൈസ നമ്മൾ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ തന്നെ പറയാം അല്ലെ, വളരെ ഷോർട്ടാണ്. അപ്പൊ അത് നമ്മൾക്ക് മാക്സിമം ടൈം നമ്മൾ എൻജോയ് ചെയ്യാനുള്ളത്.
വേറൊരു കാര്യം, മക്കളൊക്കെ ഈ പറഞ്ഞതുപോലെ പല രാജ്യങ്ങളിലൊക്കെ സെറ്റിൽഡ് ആണ്. അവർക്ക് വരാനോ അല്ലെങ്കിൽ അച്ഛനെയും അമ്മേനെയും കാണാനോ ഉള്ള സാഹചര്യം, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് അങ്ങനെയില്ല. അപ്പൊ തീർച്ചയായും ഇവരുടെ ഈ ബോറിംഗ് ലൈഫിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് ഈ റിട്ടയറീസ് ആയിട്ടുള്ളവരോട് സംസാരിക്കുക, അല്ലെ അവരെന്നോട് പറയുന്നതാണ്, നമ്മൾ ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു എത്ര ദിവസം, നമ്മൾക്കും ബോറടിക്കുന്നു. അപ്പൊ 6 മാസം കൂടുമ്പോൾ, ഇപ്പൊ GTHന് ഒരുപാട് ക്ലൈൻസ് ഉണ്ട്, 6 മാസം കൂടുമ്പോൾ അവർ യാത്ര ചെയ്യും. ഞാൻ പറയും, സാറേ ഇപ്പോഴല്ലേ പോയിട്ട് വന്നത്? നോ പ്രോബ്ലം വിപിൻ, നമ്മൾക്ക് 6 മാസത്തിനുള്ളിൽ 3 മാസത്തിനുള്ളിൽ അങ്ങനെ പല ഡ്യൂറേഷൻ 3 monthsലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കതൊരു റിഫ്രഷ്മെന്റ് ആണ്. അത് മാത്രമല്ല, അതേ പ്രായത്തിലുള്ള കുറെ കമ്പനികൾ അവർക്ക് കിട്ടുന്നില്ല. ആ റിലേഷൻസ് പിന്നെ ഒരു ലോങ് ടേമിലേക്ക് നീളുന്നു. പിന്നെ അവർ വീണ്ടും അടുത്ത ഒരു യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അവരെ വിളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ വർക്കൗട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. യാത്രകൾ പ്രത്യേകിച്ച് വെറുതെ ഒരു സ്ഥലം കാണാൻ തിരിച്ചു വരിക എന്നുള്ളതല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ റിലേഷൻ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പല കാറ്റഗറിയിലെ ആൾക്കാർ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ്. അവരെ ടൂറിന്റെ മെമ്മറി തിരിച്ചെടുക്കുന്നതോടുകൂടി ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഇതിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. സാർ ഇപ്പം അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മളടുത്ത് ഷെയർ ചെയ്ത് ഇനി വരുന്ന ആൾക്കാർക്ക് അത് അത്രയും കണ്ടതുപോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ കൊണ്ടുപോകും അടുത്ത ട്രിപ്പിൽ നിന്ന് ചോദിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോ ഇത്രയും നല്ലൊരു ചാൻസ് നമ്മൾ പാഠപുസ്തകങ്ങളിലും അല്ലെങ്കിൽ ചിത്രങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള സാധനം നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ആണ്. ഇത് ആരും മിസ്സാക്കാൻ വേണ്ടി പാടില്ല. അപ്പം ഉടനെ തന്നെ GTHനെ കോൺടാക്ട് ചെയ്യുക. ഈ ചാൻസ് മിസ്സാക്കാതെ ഈ വർഷം തന്നെ 2026 അവസാനിക്കുന്നതിന് മുന്നേ തന്നെ സെപ്റ്റംബറിൽ 16th നമ്മൾ 15 ഡേയ്സിലേക്കുള്ള ടൂർ പാക്കേജിൽ തന്നെ അമേരിക്കയിൽ പോകാൻ വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുക. GTHനെ കോൺടാക്ട് ചെയ്യുക.